പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പല ആളുകൾക്കും നമ്മുടെ വാട്സപ്പിൽ വന്ന കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഇപ്പോൾ നമ്മുടെ പല ആളുകളുടെയും വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വന്നവർ പോലും അവർക്ക് പോലും തിരിച്ചറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് അതൊന്ന് പരിചയപ്പെടുത്തിയാണ്. എല്ലാവർക്കും വന്നോളണമെന്നില്ല. നമ്മൾ സാധാരണ ആളുകളുടെ പേരുകൾ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ പേരുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു നീല കളറ്, ചുവപ്പ്, പച്ചയൊക്കെ കൂടി ചേർന്ന ഒരു റൗണ്ട് കാണാൻ പറ്റും. ആ റൗണ്ടിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ലോകത്തുള്ള എല്ലാ കമ്പനീനെ കുറിച്ചും നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും. ആ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുകൊണ്ട് അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ റൗണ്ടിൽ മാത്രമാണ് ടച്ച് ചെയ്യേണ്ടത്, ഇവിടെയല്ല. തൊട്ട് മുകളിലുള്ള ഈ റൗണ്ടിലാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കമ്പനീനെ കുറിച്ച് നേരത്തെ ചോദിച്ചത് നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ന്യൂ വെർഷൻ ഓൺ പാസീവ് എന്നുള്ളത് ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് ഇതിവിടെ തൊട്ട് താഴെ അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മലയാളത്തിൽ ചോദിച്ചിട്ട് മറുപടിയൊന്നും കണ്ടില്ല. ഞാൻ നേരത്തെ കുറേ മുമ്പേ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിലത്തെ ഇതിൽ പോയി തോന്നുന്നു. മലയാളത്തിൽ ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഞാൻ ജസ്റ്റ് എന്താണ് ഓൺ പാസീവ് കമ്പനിയെക്കുറിച്ച് അഭിപ്രായം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുറിച്ച് എന്നുള്ളിടത്ത് ആയി പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് മാറ്റാം. കുറിച്ച് ഇങ്ങനെ ആയിക്കോട്ടെ. എന്താണ് ഓൺ പാസീവ് കമ്പനിയെക്കുറിച്ച് അഭിപ്രായം മലയാളത്തിലാണ് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ എന്താണ് മറുപടി കിട്ടാമെന്ന് നോക്കാം. മലയാളത്തിൽ കൊടുത്തിട്ട് ഇവിടെ ഇത് അഭിപ്രായത്തിന് മറുപടി വന്നിട്ടുണ്ട്. ഇപ്പം മലയാളവും പ്രവർത്തിക്കുന്നു തോന്നുന്നു. ഞാൻ നേരത്തെ മലയാളം കൊടുത്തപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് ഉത്തരവൊന്നും വന്നില്ല. മലയാളത്തിൽ മാത്രം ഓൺ പാസീവ് എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിലായിരുന്നു, അതും കൂടി മലയാളത്തിലാക്കിയാണ്. കാരണം ഓൺ പാസീവ് എന്നുള്ള ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അർത്ഥം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് കൃത്യമായ ഈ അർത്ഥം എന്താണിത് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ കാണുന്ന ഈ 3 വരയിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോപ്പി എന്നുള്ളത് കാണും. കോപ്പി എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി മെസ്സേജ് കോപ്പിയായി. അത് നമുക്ക് താഴെ ഇവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം നിലവിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഒരുപാട് ട്രാൻസ്ലേറ്റുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയാൽ കാണും. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് എനിക്ക് പിന്നെ എൻ്റെ ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ല. എനിക്ക് ചിലപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവും. അങ്ങനെയല്ല, ഇത് ഗൂഗിളിൻ്റെതാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പിന്നെ ഇതിൽ ഒന്ന് എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ ഇതിൽ പല അഭിപ്രായങ്ങളും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിന് ശേഷം പുതിയത് നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇവിടെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ന്യൂ ട്രാൻസ്ലേറ്റ് എന്ന് കാണാം, അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമുള്ളത് അങ്ങ് പോവും. ആദ്യമുള്ളത് പോയാലും നമുക്ക് ഇതിൻ്റെ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളൊക്കെ വന്നതിൻ്റെ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്തത് ഈ പേസ്റ്റ് എന്നുള്ളതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. പേസ്റ്റ് എന്നുള്ളതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഓൾറെഡി ഇത് കോപ്പി ആവും. എന്നിട്ട് താഴേക്ക് വന്നതിന് ശേഷം ട്രാൻസ്ലേറ്റ് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് എന്നുള്ളത് നമുക്ക് കൊടുത്തതിന് ശേഷം മറ്റൊരു കാര്യം കൂടി പറയാം. ട്രാൻസ്ലേറ്റ് എന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രതികൂലവും അവലോകനങ്ങളും വിവാദ കമ്പനിയുമാണ്. ഡിജിറ്റൽ കമ്പനിയെക്കുറിച്ച് കമ്പനിയുടെ നിരന്തരമായ സമ്മേളനം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇംഗ്ലീഷിൻ്റെ അർത്ഥമാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ മുകളിൽ ഇംഗ്ലീഷ് എന്നുള്ള സ്ഥലത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് 2 സ്ഥലത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. മലയാളം കൊടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ മലയാളം ഇവിടെയും ഇംഗ്ലീഷ് ഇവിടെയും കൊടുക്കണം. നമ്മൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും വളരെ ഉപകാരപ്രദമാണ് ഈ മെറ്റ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളാരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നെറ്റ്വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വാട്സപ്പിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ
ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഞാൻ പല കമ്പനിനെ കുറിച്ചും ഞാനിത് ചോദിച്ചിട്ടുണ്ട്, പല അഭിപ്രായങ്ങളും ചോദിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ തയ്യാറാക്കി തരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ യൂട്യൂബ് ചാനൽ ഞാൻ പുതുതായിട്ട് ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.